മറ്റൊരു വാർത്ത. മാധ്യമപ്രവർത്തകന് നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭീഷണി. മാധ്യമപ്രവർത്തകനെ പ്രത്യേകമായി വിളിച്ചാണ് സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയത്. വഖഫ് കിരാതമെന്ന സുരേഷ് ഗോപിയുടെ പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചതിനാണ് 24 ന്യൂസിലെ അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയത്. മറുപടി തരാൻ സൌകര്യമില്ലെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി കാണിച്ചു തരാമെന്നും റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തി. സുരേഷ് ഗോപി മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ഗൺമാൻ പകർത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ ചേരുകയാണ്. വിജിൻ, ഈ സുരേഷ് ഗോപിക്ക് മാധ്യമപ്രവർത്തകരെ കാണുന്നതേ പ്രശ്നമാണ്. മാധ്യമപ്രവർത്തകരോട് കയർക്കുക, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക്, ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് നിലവാരം മാറിയിരിക്കുന്നു. എന്താണിന്ന് സംഭവിച്ചത്? അലക്സ് റാം മുഹമ്മദിന് നേരെ എന്തുതരം ഭീഷണിയാണ് സുരേഷ് ഗോപി മുഴക്കിയത്? എവിടെ വെച്ചായിരുന്നു സംഭവം? സിജു, തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ആ പരിപാടി ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ കവർ ചെയ്തിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇക്കാര്യത്തിൽ വഖഫ് എന്ന ആംഗലേയ വാക്ക് അത് കിരാതമാണ് എന്ന പ്രസംഗത്തിലെ പരാമർശം. അതുമായി ബന്ധപ്പെട്ട് UDF-ലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെയും ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്താണ് പ്രതികരണം എന്നാണ് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത്. പക്ഷേ എപ്പോഴത്തെയും പോലെ മാധ്യമപ്രവർത്തകരോട് അതിന് മറുപടി പറയാതെ ഒരു പുച്ഛഭാവത്തിൽ സുരേഷ് ഗോപി നടന്നു പോവുകയായിരുന്നു. അതിനുശേഷം ഈ സ്വകാര്യ ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിനകത്തേക്ക് കയറിയ ശേഷമാണ് ചോദിച്ചതിൽ മുന്നിൽ കണ്ട അലക്സ് റാം മുഹമ്മദിനെ നേരിട്ട് വരാൻ ആവശ്യപ്പെട്ടു. ക്യാമറ കൊണ്ടുവരരുത് എന്നും ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ റിപ്പോർട്ടർ ആ റൂമിലേക്ക് പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായത്. താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് ഈ റിപ്പോർട്ടറോട് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായി ചില UDF, BJP, LDF നേതാക്കൾ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രതികരണമാണ് താൻ ആരാഞ്ഞത് എന്ന് വ്യക്തമാക്കി. പക്ഷേ അതിനൊന്നും മറുപടി നൽകാൻ താനില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മുന്നോട്ട് ആഞ്ഞു വന്ന് ഏകദേശം അടിക്കാൻ വരുന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ മാധ്യമപ്രവർത്തകന് അടുത്തേക്ക് എത്തി വീണ്ടും അതിന് മറുപടിയില്ല, എനിക്കതിന് സൗകര്യമില്ല എന്ന രീതിയിൽ മറുപടി നൽകി. അത് അവിടെ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു എന്നാണ് റിപ്പോർട്ടർ തിരിച്ചു ചോദിച്ചത്. അപ്പോഴും അതിനെനിക്ക് സൗകര്യമില്ല എന്ന് വീണ്ടും സുരേഷ് ഗോപി ആവർത്തിച്ചു. പിന്നീട് പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന ഭീഷണിയും മുഴക്കി. ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ തരത്തിലുള്ളൊരു മോശം പെരുമാറ്റവും ഭീഷണിയും ആണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇത് തുടർച്ചയായി ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ ഇത്തരം പ്രസംഗം നടത്തുകയും അത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒക്കെ വരികയും ചെയ്തതിന് പ്രതികരണം ആരായുമ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സ്വീകരിക്കുന്ന സമീപനമാണ്. ഇതിനെതിരെ മാധ്യമപ്രവർത്തക യൂണിയൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ BJP ഇടപെട്ട് സുരേഷ് ഗോപിയെ പിന്മാറ്റാൻ തയ്യാറാകണമെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പണ്ടൊരിക്കൽ മാധ്യമപ്രവർത്തകരോട് ആളാകാൻ വരരുത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച സുരേഷ് ഗോപിയാണ് ഇപ്പോൾ കേരളത്തിലെ സമൂഹം ഓർക്കുകയും ചെയ്യുന്നത്.